നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ തുക അനർഹമായി കൈപ്പറ്റിയ ജനപ്രതിനിധികളടക്കമുള്ളവർക്കെതിരെ റവന്യൂ റിക്കവറിക്ക് നടപടി സ്വീകരിക്കുക. 27 പേർക്കെതിരെ റവന്യൂ റിക്കവറിക്കായി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ 12 വയസ്സുകാരനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന പരാതിയുമായി കുടുംബം. സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ ബാലാവകാശ കമ്മീഷനും ഇടുക്കി എസ്.പിക്കും പട്ടികജാതി വകുപ്പിനും പരാതി നൽകിയതായി കുട്ടിയുടെ പിതാവ്. ഇടുക്കി പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട 1.5 വർഷം. ദിവസവും 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർ ഇടപെടുന്നില്ലെന്ന് പരാതി. ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജം. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതി കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത് വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയം. വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ തുക അനർഹമായി കൈപ്പറ്റിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കെതിരെ റവന്യൂ റിക്കവറിക്ക് നടപടി. 27 പേർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുക. റവന്യൂ റിക്കവറിക്കായി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. 2015 LDF ഭരണസമിതിയുടെ കാലത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. അനർഹരാണ് തുക കൈപ്പറ്റിയതെന്ന ആരോപണത്തെ തുടർന്ന് വിജിലൻസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത്. 1 ഏക്കറിലധികം ഭൂമി, വാസയോഗ്യമായ വീട്, 1-ലധികം വാഹനങ്ങൾ എന്നിവയെല്ലാം ഉള്ളവരാണ് പണം കൈപ്പറ്റിയത്. കൂടാതെ ചിലർ വീട് നിർമ്മിച്ച ശേഷം കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് വൻതുകയ്ക്ക് മറിച്ചുവിറ്റതായും കണ്ടെത്തിയിരുന്നു. നഷ്ടമായ 1.14 കോടി രൂപ 18% പലിശയടക്കം തിരിച്ചുപിടിക്കണമെന്ന തീരുമാനമാണ് പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ.ജെ പറഞ്ഞു. അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് അപാകത അവർ കണ്ടെത്തിയത് കൃത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഒരു 27 ആളുകളാണ് അടുത്ത ലിസ്റ്റിലുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കേസുകൾ ഭരണസമിതി മുമ്പിൽ പരിഹരിക്കാൻ പറ്റുന്ന കേസുകളാണുള്ളത്. ചില ഈ റേഷൻ കാർഡിലെ പേര് വ്യത്യാസത്തിനെക്കുറിച്ചുള്ള കേസുകൾ. ബാക്കി ഗുരുതരമായി വീഴ്ച വരുത്തിയ ആളുകളുണ്ട്. ചില പഴയ വീടിൻ്റെ പെയിൻ്റ് അടിച്ചിട്ട് പൈസ മേടിച്ച ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളുണ്ട്. ഫൈനൽ സ്റ്റേജ് 40,000 രൂപ കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയായിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ വിജിലൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലഭിച്ചിരിക്കുന്ന കേസുകൾ ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കർശനമായ തീരുമാനം എടുക്കാനായിട്ട് തീരുമാനമുണ്ടായത്. കാരണം കഴിഞ്ഞ ദിവസം IB ഉൾപ്പെടെയുള്ള ആളുകളൊന്ന് പരിശോധിച്ചപ്പോൾ 2022 ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് നടപടി പഞ്ചായത്ത് ഭരണസമിതി ചെയ്തു എന്നുള്ള ചോദ്യം നമ്മളോട് ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ചേർന്ന കമ്മിറ്റിയിൽ അടിയന്തരമായിട്ട് തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള കാര്യം. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 27 പേരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ വ്യാപകമായി ലൈഫ് ഭവന പദ്ധതിയിൽ പണം തട്ടിയതിനാൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് ലഭിക്കാതെയും പോയി. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ തുക അനർഹമായി കൈപ്പറ്റിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാളുകൾക്ക് മുൻപ് തന്നെ പരാതി നൽകിയിരുന്നതായി ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി. എന്നാൽ നടപടിയെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം കാലതാമസം വരുത്തി. അർഹരായ 900ഓളം പേർക്ക് വീടുകൾ നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട വീടിന് ഒരു യോഗ്യതയുള്ള റേഷൻ കാർഡുള്ള ഒരു റേഷൻ കാർഡിൽ തന്നെ പല ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു ആൾക്ക് അപേക്ഷിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് 25 സെൻറ്റ് താഴെ ഭൂമി മാത്രമാണ്. എന്നാൽ ഏക്കർ കണക്കിന് ആളുകൾ സ്ഥലമുള്ള ആളുകൾക്ക് പോലും വീടുകൾ കൊടുത്തു. അത്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിജിലൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷം മുന്നേ ഞങ്ങളെ ഭരണസമിതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേൽ ഘടകത്തിൽ റിപ്പോർട്ട് ചെയ്യണം, വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അത് പെൻഡിങ് വെച്ചത് മൂലം ആണ് ഇത്ര കാലാവസ്ഥ ഉണ്ടായത്. എന്നാൽ പോലും ഈ നിലപാട് ഇവിടുത്തെ അർഹതപ്പെട്ട പാവപ്പെട്ട ലൈഫ് കുടുംബങ്ങൾക്ക് ഇത് അവർക്ക് വീട് കിട്ടാനുള്ള അർഹതയെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. 2015-20 കാലഘട്ടത്തിൽ അന്നിരുന്ന ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ട മെമ്പർമാർ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യമായ കൈപ്പറ്റിയവർക്ക് ആ അനധികൃതമായ വാങ്ങിയ പണം തിരിച്ചു പിടിക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടുന്നത്.
വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ 12 വയസ്സുകാരനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന പരാതിയുമായി കുടുംബം. സംഭവം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയുണ്ടാകാത്തതിനാൽ ബാലാവകാശ കമ്മീഷനും ഇടുക്കി എസ്.പിക്കും പട്ടികജാതി വകുപ്പിനും കുടുംബം പരാതി നൽകി. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ 12 വയസ്സുകാരനെ അയൽവാസി യാതൊരു കാരണവുമില്ലാതെ ചെരുപ്പുകൊണ്ട് തലയ്ക്കും കഴുത്തിനും മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് കുട്ടിയെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. വണ്ടിപ്പെരിയാർ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതിയും നൽകി. എന്നാൽ സംഭവം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കൂടാതെ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. SP ഓഫീസിനും സൈഡ് ലൈനുക്കും ബാലാവകാശ കമ്മീഷണർക്കും വീണ്ടും കംപ്ലൈൻറ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും നീതി കിട്ടണം. അത് ഒത്തിരി നാളായി, ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, ഇതുവരെ ഒരു നടപടിക്ക് എടുത്തില്ല. ഞങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെല്ലാം എടുത്തുകൊണ്ട് വന്നു. കൊച്ചിയുടെ അടുത്തും എടുത്തുകൊണ്ട് വന്ന് അവിടെ ഞങ്ങളുടെ അടുത്തും എടുത്തുകൊണ്ട് വന്നിട്ട് കേസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ആ പുള്ളി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ വന്ന് അവിടെ വന്ന് ഇരിക്കുക. ഇതുവരെ ഒന്നും ആയിട്ടില്ല. നമുക്കൊരു നീതി കിട്ടണം. വണ്ടിപ്പെരിയാർ പോലീസിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന കാരണത്താൽ ബാലാവകാശ കമ്മീഷൻ, ഇടുക്കി SP, SC/ST വകുപ്പ്, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയതായും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. തന്റെ മകനെ മർദ്ദിച്ച പ്രതി ഒളിവിലാണെന്ന് പോലീസ് പറയുമ്പോഴും ഇയാൾ നാട്ടിലിറങ്ങി നടക്കുന്നുണ്ടെന്നും കുടുംബം പറഞ്ഞു. ഇടുക്കി പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 1.5 വർഷം പിന്നിടുന്നു. ദിവസവും 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഈ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആയുർവേദ ചികിത്സാ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ പേരുകേട്ട സ്ഥാപനമാണ് ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പാറേമാവ് ആയുർവേദ ആശുപത്രി. ഓരോ ദിവസവും 100 കണക്കിന് രോഗികളാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നായി ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ രോഗികൾ വൻ തുക മുടക്കി ചെറുതോണിയിലെ സ്വകാര്യ എക്സ്റേ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഇതിന്റെ ചുറ്റുപാടുമെല്ലാം കാട് പിടിച്ചു കിടക്കുക. ഈ ആശുപത്രി വരുന്ന രോഗികൾ ഇപ്പം മെഡിക്കൽ കോളേജിലും പുറത്ത് സ്വകാര്യ ഓരോ സ്ഥലങ്ങളിലും പോയാണ് ഇപ്പൊ എക്സ്റേ എടുക്കുന്നത്. ഏറ്റവും ആവശ്യകതയുള്ള സ്ഥലമാണെന്നറിയാമല്ലോ നമ്മുടെ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം 1.5 വർഷമായിട്ട് ഇത് പൂട്ടിക്കെട്ടി കിടക്കുക. കാരണം അത് നന്നാക്കിയാൽ മതി. എക്സ്റേ ഫിലിം ഇല്ല എന്നുള്ള കാരണത്താലായിരുന്നു ആദ്യം ഇത് പ്രവർത്തനം മുടങ്ങി. വീണ്ടും രണ്ടാമത് കേടായിപ്പോയി എന്ന് പറഞ്ഞ് വീണ്ടും 40 ലക്ഷം രൂപ മുതൽ മുടക്കി വീണ്ടും നന്നാക്കി. ഇത് ഏതായാലും വഴിയാധാരമായി. ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കണം. ജില്ലാസ്ഥാന മേഖലയിലെ നമ്മുടെ ജില്ലയിലെ ആയുർവേദ ആശുപത്രിയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന രോഗികൾക്ക് ആവശ്യമായ എക്സ്റേ സംവിധാനങ്ങൾ, ഇവിടുത്തെ വണ്ടി വിളിച്ച രോഗികൾ ഇപ്പോൾ എക്സ്റേ എടുക്കാൻ പോകുന്നത്. ഈ വരുന്നവർ നന്നേ കഷ്ടപ്പെടുന്നു. ബന്ധപ്പെട്ട അധികാരികൾ ഈ എക്സ്റേ യൂണിറ്റ് പെട്ടെന്ന് തന്നെ കാര്യക്ഷമമായിട്ട് ഇത് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ രോഗികൾക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. എക്സ്റേ ഫിലിം ഇല്ലെന്ന കാരണത്താലാണ് ആദ്യം പ്രവർത്തനം മുടങ്ങിയത്. ഇതേ തുടർന്ന് ഏറെ നാൾ പ്രവർത്തിക്കാത്തത് മൂലം മെഷീനുകളും പിന്നീട് തകരാറിലായി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി കേടുപാടുകൾ മാറ്റി പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇത് തകരാറിലായി. ഇപ്പോൾ ആശുപത്രി അധികൃതർ ഈ യൂണിറ്റ് തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. എക്സ്റേ യൂണിറ്റും പരിസരവും കാട് കയറി നശിച്ചിട്ടും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ആശുപത്രിയുടെ ചുമതലയുള്ള ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഇക്കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. ജില്ലയുടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ നിരവധി ആളുകൾക്ക് പ്രയോജനം ലഭിക്കേണ്ട പാറേമാവ് ആയുർവേദ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഏലപ്പാറയിൽ തൊഴിലാളി ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ 3 പേർക്ക് പരിക്കേറ്റു. പീരിമേട് വുഡ്ലാൻഡ്സ് എസ്റ്റേറ്റ് ലയത്തിന്റെ മേൽക്കൂരയിലെ ഓടിളകി താഴേക്ക് വീഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അപകടം നടന്നത്. ക്രിസ്തുമണി എന്ന തൊഴിലാളിയുടെ ലയത്തിലാണ് അപകടമുണ്ടായത്. ക്രിസ്തുമണിയുടെ മകൻ പ്രവീൺ, ബന്ധുക്കളായ അക്ഷയ്, അജിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു മേൽക്കൂരയിലെ ഓട് താഴേക്ക് പതിച്ചത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കാലപ്പഴക്കത്താൽ ലയത്തിന്റെ മേൽക്കൂര പൊട്ടിപ്പൊളഞ്ഞ അവസ്ഥയിലായിട്ട് ഏറെ നാളായി. മേൽക്കൂരയുടെ പല ഭാഗങ്ങളും മഴവെള്ളം ഒലിച്ച് തകരാറിലായി കിടക്കുന്നതിനാൽ ഇനിയും അപകടമുണ്ടാകാൻ സാധ്യത ഏറെയാണെന്ന് ഇവിടുത്തെ താമസക്കാരായ തൊഴിലാളികൾ പറഞ്ഞു. പീരിമേട് മേഖലയിലെ വിവിധ തൊഴിലാളി ലയങ്ങൾ തകർന്നു വീഴാറായിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി.
നവ ഇടുക്കി ജനകീയ വികസന ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. കാൽവരി മൗണ്ട് പാരിഷ് ഹാളിൽ ആരംഭിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മുൻ മന്ത്രി തോമസ് ഐസക് നിർവഹിച്ചു. ഇടുക്കി എം ജിനദേവൻ പഠന ഗവേഷണ കേന്ദ്രവും തിരുവനന്തപുരം AKG പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായിട്ടാണ് നവ ഇടുക്കി ജനകീയ വികസന ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചാത്തല വികസനം, സേവന മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, SC/ST മേഖല എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം ധനകാര്യ വകുപ്പ് മുൻ മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. രണ്ട്, വിളകളുടെ വൈവിധ്യവൽക്കരണം. എന്തുകൊണ്ട് ഫ്രൂട്ട് ട്രീസും മറ്റും പറ്റില്ല, അതിന്റെ പ്രശ്നങ്ങൾ. മൂന്ന്, എങ്ങനെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെ സന്നിവേശിപ്പിക്കാം, അത് ഓരോ വിളയെടുത്ത് ചർച്ച ചെയ്യും. ഇടുക്കിയിൽ നിന്ന് നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ B ശിവതേജസ്, ലിയോ PK, ആൻഫ്ലൈ, അഫ്നാസ് ഷക്കീർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇടുക്കി പാക്കേജ് ഒരു അവലോകനം എന്ന വിഷയത്തിൽ പ്ലാനിംഗ് ബോർഡ് അംഗം R രാംകുമാർ സെമിനാർ നയിച്ചു. ഉടുമ്പൻചോല MLA M മണി, മുൻ MP ജോയ്സ് ജോർജ്, DCC പ്രസിഡന്റ് CP മാത്യു, റോമിയോ സെബാസ്റ്റ്യൻ, ഫാദർ ഫിലിപ്പ് മണ്ണകത്ത്, വർഗീസ് വെട്ടിയാങ്കൽ, തോമസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടി ഉപ്പുതറ കാക്കത്തോട് നിവാസികൾ. ഫെൻസിംഗ് വേലികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി. വിഷയം പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യവും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നു. 100 വർഷത്തിലധികമായി കാക്കത്തോട് മേഖലയിൽ കുടിയേറി പാർക്കുന്ന ജനങ്ങൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വന്യമൃഗ ആക്രമണം നേരിടുന്നത്. വന്യമൃഗ ആക്രമണം തടയുന്നതിന് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാര്യക്ഷമമായി ഇത് പ്രവർത്തിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലും പ്രദേശത്ത് കാട്ടാനിറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി. മണ്ണഞ്ചേരിൽ ജോണി ജോസഫ്, മണ്ണംചേരിൽ MO ഇമ്മാനുവൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വരുത്തിയത്. വാഴ, തെങ്ങ്, കമുക്, കുരുമുളക്, കപ്പ തുടങ്ങിയവ വ്യാപകമായി നശിപ്പിച്ചു. കാക്കത്തോട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ 2 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിച്ചിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തി ഫെൻസിംഗിൽ കയറും കമ്പിയും കൂട്ടിക്കെട്ടിയതിനെ തുടർന്ന് ബാറ്ററിയിലെ ചാർജ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. തുടർന്ന് വനപാലകർ ഇത് കണ്ടെത്തി പ്രശ്നം പരിഹരിച്ചിരുന്നു. എന്നാൽ വീണ്ടും കാട്ടാന ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാക്കത്തോട്, പൂപ്പുപാറ, മാക്കപ്പത്തല പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടൽ മൂലവും സമരം മൂലവും അവിടെ ഫെൻസിങ് സ്ഥാപിച്ചു. ഫെൻസിങ് സ്ഥാപിച്ചപ്പോൾ കാക്കത്തോട്ടിൽ നിന്ന് വനത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള ഗേറ്റ് അടയ്ക്കാത്തത് മൂലം ഇന്നലെ കാട്ടാന അതിലെ വന്ന് നിരവധി ആളുകളുടെ കൃഷിയിടങ്ങളിൽ കയറി കൃഷി നശിപ്പിക്കുകയും ഏലവും വാഴയും തെങ്ങ് ഉൾപ്പെടെയുള്ള നിരവധിയായ വിളകൾ നശിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ മേഖല ഉണ്ടായിരിക്കുന്നത്. ഈ ആനയെ ഓടിക്കുവാൻ സർക്കാരും അവരുടെ RT ടീമുണ്ട്, നാട്ടുകാരും നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ആനയെ ഓടിച്ചു വിടാൻ വലിയ പാടാണ്. ഈ ആന ഒരു നിമിഷം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഫെൻസിങ് ആണ് അതിൻ്റെ ഇടയിൽ കൂടെ വന്നാലും കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നിരന്തരം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആ മേഖലയ്ക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ശല്യക്കാരനായ ആനയെ മാറിയിരിക്കുകയാണ്. ഇതിനെ മയക്കുപൊടി വെച്ച് പിടിച്ച് ഇതിനെ ഇവിടെ മാറ്റി വേറെ എങ്ങനെയും കടത്തി വിടണം. കാരണം കാട്ടിൽ തീറ്റയില്ലാത്ത മൂലം വന്യമൃഗങ്ങൾ ഭയങ്കരമായ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് അനിയന്ത്രിതമായിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് കാട്ടിൽ തീറ്റ ഉണ്ടാക്കണം, നടപടി ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഈ ആനയെ മയക്കുപൊടി വെച്ച് പിടിച്ച് നാട് കടത്തണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ ശക്തമായ സമരമായിരിക്കും. അതേസമയം ഫെൻസിംഗ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും അർദ്ധരാത്രിയോടെ ചാർജ് തീരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ബാറ്ററി സ്ഥാപിച്ച കരാറുകാരനെ വിവരമറിയിച്ചിട്ടുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ അയ്യങ്കാളി സ്മൃതി ദിനാചരണം നടത്തി. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നവോത്ഥാന നായകനും ഒരിക്കലും മരണമില്ലാത്ത പോരാളിയുമാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളി ഒരിക്കലും മരിക്കുന്നില്ല. 84 വർഷക്കാലമായ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങളത് സ്മൃതി ദിനമായി ആചരിക്കുന്നു. ജന്മി മുതലാളി മാടമ്പിമാരുടെ ഇച്ഛാശക്തികൾക്കെതിരായി കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലത്തിൽ ഒരു വില്ലുവണ്ടി പായിക്കുകയും ആ വില്ലുവണ്ടിയിലൂടെ
കേരളത്തിലെ നവോത്ഥാനം മനുഷ്യജീവൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയാണ് എന്നാണ് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി പൊതു സ്കൂൾ, പൊതുവഴി, പൊതുവിടം എന്ന സംഭാവന നൽകിയ ഒരേയൊരു വ്യക്തി മഹാത്മാ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ ചരമദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. AKCHMS ജില്ലാ സെക്രട്ടറി KK ശശി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ബിനു കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി. CSDS താലൂക്ക് പ്രസിഡന്റ് ബിജു പൂവത്താണി, KSS ജില്ലാ സെക്രട്ടറി KR രാജൻ, സുരേഷ് മൂഴിയാങ്കൽ, KPMS ശാഖാ പ്രസിഡന്റ് ബാബു വൈലിങ്കൽ, മുരളി അയ്യപ്പൻ, R ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയുടെ 84-ാം ചരമവാർഷിക ദിനാചരണം നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളിയുടെ 84-ാം ചരമവാർഷിക ദിനം നവോത്ഥാന സ്മൃതി സംഗമ ദിനമായാണ് ആചരിക്കുന്നത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായത് നേടിക്കൊടുക്കുന്ന ഭരണഘടനാപരമായ വഴികളിലൂടെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തെ നയിച്ചുകൊണ്ട് പോകുന്നതിനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് മഹാനായ അയ്യങ്കാളിയുടെ സമീപനവും ജീവിത ദർശനവുമായിരുന്നു എന്നതാണ് ഇന്ന് ഓർമ്മിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. അരയ്ക്ക് മുകളിലേക്ക് സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ നായകനായിരുന്നു അദ്ദേഹം. സവർണാധിപത്യത്തിൽപ്പെട്ട ആളുകൾക്ക് സ്ത്രീകളുടെ അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗം കാഴ്ചവസ്തുവായി ലോകത്തിന് മുമ്പിൽ പ്രദർശിക്കപ്പെടുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ പോരാട്ടമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അരയ്ക്ക് മുകളിലേക്ക് വസ്ത്രം ധരിക്കുന്നത് നിയമവിരുദ്ധമായിരുന്ന കാലഘട്ടത്തിൽ അവർണ വിഭാഗമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ നായകനായി നിന്ന ബഹുമാനിതനായ അയ്യങ്കാളിയുടെ ഓർമ്മദിനങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ രാജ്യം ആ മനുഷ്യന്റെ മുമ്പിൽ എത്രമാത്രം നമ്രശിരസ്കരായി നിൽക്കേണ്ടതുണ്ട് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ തോമസ് മൈക്കിൾ, ജോസ് ആനക്കല്ലിൽ, KP മേരിദാസൻ, റൂബി വേഴമ്പത്തോട്ടം, രാജു വെട്ടിക്കൽ, ഷിബു പുത്തൻപുരയ്ക്കൽ, ലിസി ജോണി തുടങ്ങിയവർ സംസാരിച്ചു. അടൂണിനായി നെടുങ്കണ്ടം ഒന്നിച്ചു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 25 ലക്ഷം രൂപയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ചു. ശസ്ത്രക്രിയ 27-ന് നടക്കും. ഗുരുതര കരൾ രോഗബാധിതനായ 2ാം ക്ലാസ്സുകാരൻ അടൂണിനായാണ് ഒരു നാട് ഒരേ മനസ്സോടെ ഒന്നിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഭീമമായ തുക 25 ദിവസം കൊണ്ടാണ് സ്വരൂപിച്ചത്. കൊച്ചുകുട്ടികളും ദിവസവേതനക്കാരായ സാധാരണക്കാരും വിദേശത്ത് ജോലി ചെയ്യുന്ന നാട്ടുകാരും ഉൾപ്പെടെ തങ്ങളാൽ ആവും വിധം ചികിത്സാ സഹായ നിധിയിലേക്ക് തുക കൈമാറി. അടൂണിന്റെ മാതാപിതാക്കളായ പച്ചടി ഇലവംകുന്നേൽ സിനോയ്ക്കും അനുമോൾക്കും ചികിത്സയ്ക്ക് ആവശ്യമായ വൻതുക കണ്ടെത്താനാവാതെ വന്നതോടെയാണ് നാട്ടുകാർ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത്. അമ്മ കരൾ അടൂണിനായി പകുത്തു നൽകും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന അടൂണിന്റെ ശസ്ത്രക്രിയ 27-ന് നടക്കും. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പച്ചടി സ്വദേശിയായ ഇലവുംകുന്നേൽ അഡോൺ സിനോയ് എന്ന 7 വയസ്സുകാരൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ 25 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടി നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗത്തെ ആളുകൾ ഒരുമിച്ച് കൂടി മെയ് മാസം 23-ാം തീയതി അഡോൺ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയുണ്ടായി. കരൾ മാറ്റിവെക്കൽ, തുടർ ചികിത്സ എന്നിവയ്ക്കായി ആണ് ഇത്രയും വലിയ തുക വേണ്ടിവരുന്നത്. നെടുങ്കണ്ടം വീണ്ടും ഒത്തുചേർന്നപ്പോൾ ചികിത്സയ്ക്ക് ആവശ്യമായ 25 ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചു. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുള്ള ആളുകളുടെ മനസ്സ് നിറഞ്ഞ സഹായം കൊണ്ടാണ് നമുക്ക് ഈ തുക സമാഹരിക്കാൻ കഴിഞ്ഞത്. അഡോണിനെ 24/6-ന് ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്യുകയും 27/6-ന് അഡോണിൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭ്യമായതിനാൽ ചികിത്സാ സഹായ നിധിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി സമിതി അറിയിച്ചു. കുരുന്നിനായി ഒരേ മനസ്സോടെ ഒരുമിച്ച നാട്ടുകാർക്ക് സഹായ സമിതി നന്ദി അറിയിച്ചു. ജൂൺ 21 സർവ്വദേശിക യോഗാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന യോഗ വാരാചരണം നടത്തും. ജൂൺ 20-ന് ആരംഭിച്ച് ജൂൺ 25-ന് അവസാനിക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 44 ആയുഷ് കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്.
ഇതിന്റെ കീഴിൽ വിവിധ കേന്ദ്രങ്ങളിലായി ജൂൺ 20 മുതൽ 25 തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് യോഗ വാരാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വിവിധ പ്രായക്കാർക്ക് വിവിധ വിഭാഗങ്ങൾക്കുമായാണ് യോഗ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. യോഗ വാരാചരണത്തിന്റെ ഭാഗമായി കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ട് യോഗ വിത്ത് പെറ്റ്സ്, പൊതുജനങ്ങൾക്കായി യോഗ വിത്ത് നേച്ചർ എന്നിങ്ങനെ 2 മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. 19 തീയതി രാവിലെ 10 മണി മുതൽ 21 തീയതി വൈകിട്ട് 5 മണി വരെയാണ് മത്സരം. വിജയികളെ 23 തീയതി പ്രഖ്യാപിക്കും. വൺ എർത്ത് വൺ ഹെൽത്ത് എന്നാണ്. വൺ എർത്ത് വൺ ഹെൽത്തുമായി ബന്ധപ്പെട്ട യോഗ, അതായത് യോഗ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം ഉള്ള ഒരു പരിപാടിയല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും പരിസ്ഥിതിയുമായിട്ട് ചേർന്നിട്ട് സമതുലിത അവസ്ഥയോടെ നമ്മൾ എങ്ങനെയാണ് ആരോഗ്യത്തെ കാണുന്നത്, അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് പാർശ്വഫലങ്ങളില്ലാത്ത ആരോഗ്യം ഉണ്ടാകുന്നത്. ആ ആരോഗ്യത്തിലേക്ക് കടക്കാനുള്ള ആദ്യപടിയാണ് യോഗയുടെ ഒരു സന്ദേശം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഹെൽത്ത് എന്ന് വെച്ചാൽ ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിരിക്കുന്നത് ഫിസിക്കലും മെൻ്റലും സ്പിരിച്വലും സോഷ്യലും ഒക്കെ ആയിട്ടുള്ള ഒരു വെൽബീയിങ് ആണ്. അപ്പോൾ അതിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മുടെ രാജ്യത്ത് രോഗ ആതുരത കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് പോലുള്ള രോഗങ്ങൾക്ക് ശേഷം പിന്നെയും ഇതുപോലത്തെ രോഗങ്ങൾ ധാരാളം സമൂഹത്തിൽ വരുന്നു. നമ്മുടെ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇതിന് വളരെയധികം ബുദ്ധിമുട്ടുന്നു. നമ്മുടെ സാമ്പത്തിക അവസ്ഥ തന്നെ മോശമായി വരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പ്രതിരോധം എന്ന രീതിയിൽ നമ്മൾ ഗുളികകൾ കഴിക്കുകയാണോ വേണ്ടത്, മറിച്ച് യോഗ പോലെയുള്ളൊരു പ്രാക്ടീസാണോ നല്ലത് എന്നാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ ആലോചിക്കുന്നത്. മത്സര വിജയികൾക്ക് 1ാം സമ്മാനമായി 3000 രൂപയും 2ാം സമ്മാനമായി 2000 രൂപയും 3ാം സമ്മാനമായി 1000 രൂപയും പ്രോത്സാഹന സമ്മാനമായി 2 പേർക്ക് 500 രൂപ വീതവും നൽകും. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ആയുഷ്മാൻ ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KS ശ്രീദർശൻ, പാറമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ യോഗ ഡെമോൺസ്റ്റർ ദീപു അശോകൻ, യോഗ അധ്യാപകരായ ലാൽ കെ പുത്തൻപറമ്പിൽ, സുരേഷ് KK, ഡോക്ടർ ആദ്ര റജി എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന മിനി സിവിൽ സ്റ്റേഷനിലെ പൊതു ശുചിമുറികൾ വൃത്തിഹീനം. നിരവധി സർക്കാർ ഓഫീസുകളടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ശുചിമുറികൾ വൃത്തിഹീനമായി മാറിയതോടെ പ്രതിഷേധവും ശക്തമാണ്. കൃത്യമായ ഇടവേളകളിൽ ഇത് ശുചീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ ഓഫീസുകൾ, എക്സൈസ് ഓഫീസ്, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകളടക്കം മിനി സിവിൽ സ്റ്റേഷനിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനാൽ നിരവധി ആളുകളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. ഇവർക്കൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തക്കവിധമുള്ള പൊതു ശുചിമുറിയാണ് വൃത്തിഹീനമായി കിടക്കുന്നത്. കട്ടപ്പന മിനി സിവിൽ സ്റ്റേഷനിലെ ടോയ്ലറ്റ് സമുച്ചയം വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ എത്തുകയാണ്. ഇവിടെ മിനി സിവിൽ സ്റ്റേഷനിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DOയുടെയും AEOയുടെയും ഓഫീസുകളുണ്ട്. കൂടാതെ എക്സൈസിൻ്റെ ഓഫീസുണ്ട്, സബ് രജിസ്ട്രാർ ഓഫീസുണ്ട്. ഈ ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പബ്ലിക് ടോയ്ലറ്റ് വൃത്തിഹീനമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഏറെ പരിതാപകരമായ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. ഇത് വളരെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. 100 കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും എത്തിച്ചേരുന്ന ഈ ഓഫീസിൽ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യം അത് ഇത്രയും വൃത്തിഹീനമായി ഇടുന്നത് ഇവിടുത്തെ ഈ 4 ഓഫീസുകളിലെയും ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അലംഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം കട്ടപ്പന പോലെ ഒരു സ്ഥലത്ത് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാകുന്ന സാഹചര്യം വളരെ പ്രതിഷേധാർഹമാണ്. അതിനാവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിക്കണമില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകും എന്ന് സൂചിപ്പിക്കാനുണ്ടാക്കി. ശുചിമുറികൾ വൃത്തിഹീനമായതോടെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കൃത്യമായ ഇടവേളകളിൽ ഇത് ശുചീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സിവിൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് ഇതിന് പിന്നിലെന്നും ആരോപണമുണ്ട്. സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികൾ അടിയന്തരമായി ശുചീകരിക്കണമെന്നും ആവശ്യം ഉയരുന്നു. ചേലച്ചുവട് വണ്ണപ്പുറം സംസ്ഥാന പാതയിലൂടെയുള്ള വാഹനയാത്ര ദുരിതമാകുന്നു. ചേലച്ചുവട് മുതൽ വണ്ണപ്പുറം വരെയുള്ള 27 കിലോമീറ്റർ ദൂരമാണ് വാഹനയാത്ര അതികഠിനമായിരിക്കുന്നത്. ഹൈറേഞ്ചിനെ ലോ റേഞ്ചുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതയോട് കാലങ്ങളായി ഇടുക്കിയിലെ ജനപ്രതിനിധികൾ തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നതെന്നാണ് ആരോപണം. ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ ചേലച്ചോട് വണ്ണപ്പുറം റോഡ് താറുമാറായിട്ട് വർഷങ്ങളായി. ഇവിടെ ഒരു സ്ഥിരമായ MLAയും ഇപ്പോൾ മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിൻ ഉണ്ടായിട്ട് പോലും തൊട്ടടുത്ത മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്ര മോശമായി കിടക്കുന്ന വേറെ റോഡില്ല. ഇപ്പോൾ ഉടുമ്പൻചോല ആണെങ്കിലും തൊടുപുഴയാണെങ്കിലും അതുപോലുള്ള മണ്ഡലങ്ങളിലെ റോഡുകൾക്ക് ഇഷ്ടംപോലെ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. ലോ റേഞ്ചിലേക്ക് ഇടയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ പോകുന്നൊരു വഴി എന്ന നിലയിലും ഇത് മാത്രമല്ല വനങ്ങളില്ലാത്തൊരു വഴി. നമ്മൾ കുളമാവ് വഴിയാണെങ്കിലും നേരുമംഗലം വഴിയാണെങ്കിലും രാത്രികാല സർവീസ് നിരോധനം വരും. പക്ഷേ ആലപ്പുഴ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ ചേലച്ചോട് വണ്ണപ്പുറം റോഡിൽ അത് ഉണ്ടാവില്ല. ഏറ്റവും എളുപ്പത്തിന് സത്വര നടപടി സ്വീകരിക്കണം.
ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ റോഡിന്റെ വീതിക്കുറവ് മൂലം ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ചേലച്ചുവട് മുതൽ പഴിയരിക്കണ്ടം വരെയുള്ള 10 കിലോമീറ്റർ ദൂരം റീടാറിംഗ് നടത്തിയിട്ട് 24 വർഷം കഴിഞ്ഞു. ചേലച്ചുവട് വണ്ണപ്പുറം റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തുമെന്ന ജനപ്രതിനിധികളുടെ കാലങ്ങളായുള്ള പ്രഖ്യാപനം നടപ്പാകാത്തതിൽ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വരവേൽപ്പ് എന്ന പേരിലാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. 132 വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനം ലഭിച്ചത്. പ്രവേശനോത്സവ ചടങ്ങിൽ SMC ചെയർമാൻ മനോജ് പതാലിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയില്ല, നമ്മൾ ചിന്തിക്കും ഭയങ്കരമായി ഫീസൊക്കെ കൊടുത്ത് വലിയ സ്കൂളിൽ പോയാലാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങളുണ്ടാകും. പക്ഷെ അല്ല, പഠിക്കുന്ന ഏതൊരു കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അവസരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കൂള് കോളേജ് നമ്മൾ ആദ്യം മനസ്സിൽ അതാണ് ഞങ്ങളുടെ ഭാഗ്യം എന്ന് കണ്ട് പഠിച്ചാൽ എൻ്റെ കുട്ടികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫുൾ A+ വാങ്ങി നല്ല കുട്ടി എന്നുള്ള പേരിന് ഉടമകളായി ഇറങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് പറയാം. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മനു രതീഷ് വിശിഷ്ട അതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, ഹെഡ് മിസ്ട്രസ് സിന്ധു PB, സീനിയർ അസിസ്റ്റന്റ് സൂസൻ ഫിലിപ്പ്, ആൽബി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പഠിക്കുന്നത് പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി മാത്രമാകരുത്, കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ജോളി ആലപ്പുരയ്ക്കൽ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോയൽ വള്ളിക്കാട്ട്, MPTA പ്രസിഡന്റ് സോണിയ ബിനോജ്, ഹെഡ് മിസ്ട്രസ് അർച്ചന തോമസ്, സ്റ്റാഫ് സെക്രട്ടറി ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. 2025-26 വർഷത്തെ +1 ക്ലാസുകൾക്കാണ് തുടക്കമായിരിക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 28ാമത് ബാച്ചിൽ 200 കുട്ടികളാണ് എത്തിയിട്ടുള്ളത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ സ്കൂളിൽ നിന്നും പഠിച്ചു പോയ എത്രയോ കുഞ്ഞുങ്ങൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. എത്ര പേരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അത് ഇന്നെന്ന് പറഞ്ഞാല് മാതാപിതാക്കൾ മക്കൾക്ക് എന്ത് കാര്യവും ചെയ്തു തരും. പക്ഷേ നേരത്തെ പഴയ കാലങ്ങളൊക്കെ ചിന്തിച്ചാല് മക്കള് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വേണം പഠിക്കാന്. എങ്കിലും ഉയർന്ന സ്ഥാനത്ത് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്ന ഒരു സ്കൂളാണ് സെന്റ് ജോർജ് സ്കൂള്. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്ത് അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ, വാർഡ് കൗൺസിലർ സോണിയ GB, സ്കൂൾ പ്രിൻസിപ്പൽ മാണി KC, ഹെഡ് മാസ്റ്റർമാരായ ബിജിമോൻ ജോസഫ്, ദീപു ജേക്കബ്, ജോജോ J. മൊളോപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി കരിയർ ഗൈഡൻസ് സെമിനാറും ലീഗൽ അവയർനെസ് ക്ലാസും സംഘടിപ്പിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 25ാമത് +1 പ്രവേശനോത്സവമാണ് നടന്നത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ പ്രവേശനോത്സവം നമ്മുടെ മനസ്സിൽ ഉത്സവമായി തന്നെ കൊണ്ടാടേണ്ടതുണ്ട്. അതോടൊപ്പം സാബുസാര പറഞ്ഞ നമ്മുടെ സ്കൂളിൽ പാലിക്കേണ്ട നിബന്ധനകളും ചിന്താഗതികളും മര്യാദകളും അവിടേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവേണ്ട നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള ആ അലിഖിതമായ എന്നാൽ മൂല്യവത്തായ
പെരുമാറ്റ സംഹിതകളും വിദ്യാർത്ഥികളെന്ന നിലയിൽ നമുക്കും മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളിലായി 200ഓളം കുട്ടികൾ പ്രവേശനം നേടി. മാർസ്ലിവ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ സെബാസ്റ്റ്യൻ കല്ലന്തറ, മാത്യു ജോസഫ്, അഡ്വക്കേറ്റ് മോബിൻ മാത്യു തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ സാബു കുര്യൻ വിഷയാവതരണം നടത്തി. ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, PTA പ്രസിഡന്റ് ജോയി കാട്ടുപാലം, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് തൈച്ചേരി, MPTA പ്രസിഡന്റ് ഡിസമ്മ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിൽ പുതുതായി ആരംഭിച്ച LKG, UKG ക്ലാസുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ ഉദ്ഘാടനം നിർവഹിച്ചു. നവാഗതരായ കുട്ടികൾക്ക് സമ്മാനങ്ങളും ബലൂണുകളും നൽകിയാണ് സ്വീകരിച്ചത്. LP സ്കൂളിലെ കലാകാരന്മാരുടെ ചെണ്ടമേളം പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. ഒപ്പം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ താമസിയാതെ നമ്മൾ ഇതിൻ്റെ പണികളൊക്കെ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. LP സ്കൂളിനോട് ചേർന്ന് തന്നെ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് പോകാൻ മാതാപിതാക്കന്മാരുടെയും നല്ല സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകണം. നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ ഈശോയുടെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമാണ് എല്ലാ അറിവിൻ്റെയും നിദാനം. PTA പ്രസിഡന്റ് നൈസ് പാറപ്പുറത്ത് അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ ബീന സിബി, MPTA പ്രസിഡന്റ് ആശ ജോമോൻ, സെന്റ് ജെറോംസ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ സൈജു ജോസഫ്, അധ്യാപിക മഞ്ജു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്തടി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ മെറിറ്റ് ഡേയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. നേടുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുക, ആദരിക്കുക എന്നത് രണ്ട് തരത്തിലുള്ള പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ആദരിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾക്ക് ഒട്ടും പിന്നോട്ട് പോകാറുണ്ട്. കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു പ്രചോദനമാണ് അവർ നൽകുക. 9 8 ഫസ്റ്റ് റാങ്കും സിവിൽ സർവീസിൽ റാങ്ക് ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരസ്യമായിട്ട് വിളിച്ചു വരുത്തി നിങ്ങൾ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു പറയുമ്പോൾ കൂടുതൽ വലിയ നേട്ടങ്ങൾക്കായിട്ടുള്ള ഒരു പ്രചോദനം നൽകുകയാണ്. മാധ്യമപ്രവർത്തകനും ബ്ലോഗറുമായ ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി. സിവിൽ സർവീസ് റാങ്ക് ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനുശ്രീ സത്യൻ, B.Ed പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മിന്നു സുരേന്ദ്രൻ, SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികൾ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മിൽഫിൻ കരിവേലിക്കൽ, ഹെഡ്മാസ്റ്റർ ബിനോയ് ചെമ്മരപ്പള്ളിയിൽ, PTA പ്രസിഡന്റ് ഷാജി KM, മാണി മുളയ്ക്കൽ, തോമസ് KJ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കാർഷിക വിള പരിപാലന സഹായ കേന്ദ്രമായ കൃഷി ഡോക്ടർ ഇരട്ടയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇരട്ടയാർ PCN ബിൽഡിംഗിലാണ് കൃഷി ഡോക്ടർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. യൂപ്പിൽ, സിഞ്ചണ്ട, ടാറ്റ റാലീസ്, ട്രോപ്പിക്കൽ, ജിസ്, കോർട്ടിവ, ഇൻഡോ ബിഹാർ, നാറ്റ്കോ, ജിയോ ലൈഫ്, K+S എന്നീ പ്രമുഖ കമ്പനികളുടെ രാസ, ജൈവ, കീട, കുമിൾനാശിനികൾ, ജൈവവളങ്ങളുടെ വിപുലമായ ശേഖരങ്ങൾ എന്നിവ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യപ്പെടുന്ന കർഷകരുടെ തോട്ടങ്ങളിൽ എത്തി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ വിദഗ്ധരുടെ സേവനവും സ്ഥാപനത്തിൽ ലഭ്യമാണ്. ഞാൻ 25 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. കാർഷിക മേഖലയിൽ തന്നെയുണ്ട്. നമ്മൾ കൃഷിക്കാരുടെ കൃഷിയിടങ്ങൾ പോയി നോക്കിയിട്ട് അതിന് വേണ്ട വളങ്ങളും മരുന്നുകളും ഒക്കെ നിർദ്ദേശിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 25 വർഷമായിട്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ കുറേ ലീഡ് കമ്പനികളുടെ വിഷങ്ങളും കീടനാശിനികളും ഒക്കെ നമ്മൾ ഇവിടെ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യമുള്ള ആൾക്കാരുടെ ഫീൽഡിൽ മണ്ണ് പരിശോധിച്ച് ആ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളങ്ങളുടെ നിർദ്ദേശങ്ങളും കീടനാശിനികളുടെ നിർദ്ദേശങ്ങളും നൽകി വരും. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നിമാവിര, അഴുകൽ,
തുടങ്ങിയവയെക്കുറിച്ച് കോർട്ടിക അഗ്രി സയൻസിന്റെയും ഇരട്ടയാർ കൃഷി ഡോക്ടറിന്റെയും നേതൃത്വത്തിൽ ക്ലാസ് നടന്നു. തുടർന്ന് മികച്ച കർഷകരായ ടോമി കൊച്ചുപൂവത്തുമൂട്ടിൽ, സദൻ കുമാരൻ, വിജയൻ തടത്തിൽ, നാഗരാജ് പുറ്റടി, ബാബു തുണ്ടിയിൽ എന്നിവരെ ആദരിച്ചു. വിവിധ കാർഷിക ഉപകരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് കൃഷി ഡോക്ടർ എന്ന സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജമായി. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതി വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത്. ആധുനിക സൗകര്യങ്ങളെല്ലാമുള്ള സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾക്കായി സമഗ്രമായി രൂപകൽപ്പന ചെയ്തതാണ്. സാധാരണ കൃഷിഭവനിൽ നിന്ന് ഭിന്നമായിട്ട് കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഏതെങ്കിലും അപേക്ഷ നേരിട്ട് കൃഷിഭവനിൽ കൊണ്ട് കൊടുക്കേണ്ട ഒരു സംവിധാനം, അതോടൊപ്പം തന്നെ അവരുടെ ഇത് തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു പോർട്ടലിൽ വിവിധങ്ങളായ കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും സ്കീമുകളും ആനുകൂല്യം ലഭിക്കുന്നതിന് വിവിധ പോർട്ടലുകളിൽ അവർ സ്വയം രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിനെ ആശ്രയിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നോണം ഈ സ്മാർട്ട് കൃഷിഭവനിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നുണ്ട്. ഈ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ രജിസ്ട്രേഷനുകളും ഒരു കുടക്കീഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഈ ഫ്രണ്ട് ഓഫീസ് സംവിധാനത്തിൽ നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിഭവനിൽ എന്തെങ്കിലും ആവശ്യം എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു ആപ്ലിക്കേഷന് ഒരു റെസിപ്റ്റ് കൊടുക്കുകയും അവരുടെ അപേക്ഷയ്ക്ക് സംഭവിക്കുന്ന നീക്കങ്ങൾ, അതായത് അവർക്ക് സബ്സിഡി കിട്ടുന്നതിനുള്ള ആനുകൂല്യങ്ങളുടെ പ്രോസസ്സിങ് ചെയ്ത അറ്റം വരെ എന്നെല്ലാം ആ ഒരു റെസീപ്റ്റ് വെച്ച് അവർക്ക് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവനിൽ ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൻ്റെ സംവിധാനം നിലവിൽ വരുന്നുണ്ട്. പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കൃഷിയിടങ്ങളിലുണ്ടാകുന്ന രോഗബാധ, വിവിധ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗബാധകളെ കൃത്യമായിട്ട് കർഷകരുടെ ഫീൽഡുകളിൽ പോയി കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ കർഷകർ നേരിട്ട് കൊണ്ടുവരുന്ന സാമ്പിളുകളിൽ അതിനെ ഐസൊലേറ്റ് ചെയ്ത് എന്താണ് രോഗത്തിന് കാരണമാകുന്ന പ്രശ്നം, അതിനെന്താണ് പ്രതിവിധി എന്ന് ശാസ്ത്രീയമായ രീതിയിൽ അനാലിസിസ് നടത്തുകയും ആ കർഷകർ എന്ത് രീതിയിൽ ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങളാണോ അതോ കീടനാശിനി മറ്റുള്ള നിയന്ത്രണ രീതികളിലേക്ക് പിന്തുടരുന്നതെന്ന് കൃത്യമായിട്ടൊരു ശാസ്ത്രീയമായൊരു ഉപദേശം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. 50-ലധികം കർഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിംഗ് ഹാൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനായി ഒരുക്കിയ ഇക്കോ ഷോപ്പ്, കാർഷിക വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ ലഭ്യമാക്കാനും സജ്ജമാക്കിയ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, ജൈവ നിയന്ത്രണ ഉപാധികൾ വിതരണം ചെയ്യുന്ന ബയോ ഫാർമസി, കർഷകർക്ക് അപേക്ഷകൾ നൽകാനും വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്താനുമായി സജ്ജമാക്കിയ ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് കൃഷിഭവനിലെ പ്രധാന സൗകര്യങ്ങൾ. ഈ ഏരിയയിൽ നമ്മൾ ആദ്യമായിട്ട് ഈ കൃഷിഭവൻ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രി ആണ്. ജൂലൈ 3-ാം തീയതിയാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഈ വണ്ണപ്പുറത്ത് കൂടുതൽ കൃഷി ഇടങ്ങളും ഉള്ള ഒരു ഏരിയയുമാണ്. അതിനോടനുബന്ധിച്ച് നല്ല രീതിയിൽ ഈ കൃഷിഭവൻ ഭാഗമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ആദ്യത്തെ കൃഷിഭവൻ എന്ന നിലയ്ക്കും ഇതിൻ്റെ പുരോഗതി വളരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വണ്ണപ്പുറത്തെ കർഷകരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനത്തിനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുവെന്നും അധികൃതർ അറിയിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയില വിവരം. ആകെ ലോട്ട് 181, വിൽപ്പനയ്ക്ക് വന്നത് 41,092, വിൽപ്പന നടന്നത് 40,882, കൂടിയ വില 3,097, ശരാശരി വില 2,508. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ,
ഏലം കൂടിയ വില 2400, ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 410, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9250 രൂപ, വെള്ളി 121. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ തുക അനർഹമായി കൈപ്പറ്റിയ ജനപ്രതിനിധികളടക്കമുള്ളവർക്കെതിരെ റവന്യൂ റിക്കവറിക്ക് നടപടി സ്വീകരിക്കുക. 27 പേർക്കെതിരെ. റവന്യൂ റിക്കവറിക്കായി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ 12 വയസ്സുകാരനെ ചെരുപ്പ് കൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന പരാതിയുമായി കുടുംബം. സംഭവം നടന്ന് 1 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ ബാലാവകാശ കമ്മീഷനും ഇടുക്കി എസ്പിക്കും പട്ടികജാതി വകുപ്പിനും പരാതി നൽകിയതായി കുട്ടിയുടെ പിതാവ്. ഇടുക്കി പാറേമാവ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 1.5 വർഷം. ദിവസവും 100 കണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുവാൻ അധികൃതർ ഇടപെടുന്നില്ലെന്ന് പരാതി. ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ വണ്ണപ്പുറത്ത് ഉദ്ഘാടനത്തിന് സജ്ജം. സംസ്ഥാന സർക്കാർ നബാർഡിന്റെ ധനസഹായത്തോടെ സാക്ഷാത്കരിച്ച പദ്ധതി കർഷക സമൂഹത്തിനായി പ്രാവർത്തികമാക്കുന്നത് വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.